ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഗസ കീഴടക്കൽ പദ്ധതിയുമായി ഇസ്രായേൽ ഭരണകൂടം. ഭൂമിക്ക് മുകളിലും താഴെയുമുള്ള ഹമാസിന്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതിയെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഗസയിൽ തടവിലാക്കപ്പെട്ട ബന്ദികളെ തിരികെ കൊണ്ടുവരികയും ഹമാസ് തീവ്രവാദികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞു. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വ്യാപക വിമർശനങ്ങൾ രാജ്യത്ത് തുടരുന്നതിനിടയിലാണ് പുതിയ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഹമാസിനെതിരെ പോരാട്ടം വിപുലപ്പെടുത്തി ഗസ കീഴടക്കാനും പ്രദേശം കൈവശപ്പെടുത്താനുമുള്ള പദ്ധതിക്ക് ഇസ്രായേൽ ഭരണകൂടം അംഗീകാരം നൽകിക്കഴിഞ്ഞു. ഗസയിലെ പ്രവർത്തനം വിപുലീകരിക്കാനുള്ള പദ്ധതി സുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി ഏകകണ്ഠമായി അംഗീകരിച്ചതായി അധികൃതർ പറഞ്ഞു. ഗസയിൽ ഹമാസിനെതിരെ പോരാട്ടം കടുപ്പിച്ച് പ്രദേശം കീഴടക്കുന്ന പദ്ധതിക്കായി റിസർവിലുള്ള 10,000-കണക്കിന് സൈനികരോട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പുതിയ നീക്കം തടവിലാക്കപ്പെട്ട ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കണമെന്ന മുന്നറിയിപ്പും സൈനിക മേധാവിമാർ ഇസ്രായേൽ മന്ത്രിമാരെ അറിയിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശം സന്ദർശിക്കുന്നതിന് ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കൂ എന്നും അതുവരെ ഹമാസുമായി വെടിനിർത്തലും ബന്ദിമോചന കരാറും പാലിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സാധാരണക്കാരെ തെക്കൻ ഗസയിലേക്ക് മാറ്റി നിയന്ത്രണം പൂർണ്ണമായും IDF ഏറ്റെടുക്കും. മാനുഷിക സഹായം നടത്താൻ ഹമാസിനെ അനുവദിക്കില്ലെന്നും IDF മേധാവി പറഞ്ഞു. ഒറ്റയടിക്ക് ഗസ പിടിച്ചെടുക്കുന്ന പദ്ധതിയല്ല ഉള്ളത്. ആദ്യം ഒരു പ്രദേശം കേന്ദ്രീകരിച്ചും പിന്നീട് വിപുലപ്പെടുത്തുകയും ചെയ്തതാണ് പദ്ധതിയെന്നും IDF മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സാമീർ പറഞ്ഞു. പോരാട്ടം ചില മാസങ്ങൾ നീണ്ടു നിൽക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തലിനും ഹമാസ് ബന്ദികളാക്കിയ ബാക്കി 51 പേരെ മോചിപ്പിക്കാനും വേണ്ടിയുള്ള പുതിയ കരാറിനായുള്ള അന്താരാഷ്ട്ര ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ബന്ദികളിൽ 24 പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതപ്പെടുന്നു. മാർച്ച് 18-ന് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചതിന് ശേഷം ഇതുവരെ ഒരു ബന്ദിയെയും മോചിപ്പിക്കാനായിട്ടില്ല. 2 മാസത്തോളമായി മാനുഷിക സഹായങ്ങൾ അടക്കം തടഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസിന് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ ഞെട്ടിച്ച ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിന് മറുപടി നൽകാനുള്ള നീക്കത്തിലാണ് IDF. ടെല്ലവീവിലെ ബെൻഗുരിയോൺ വിമാനത്താവളത്തിനു നേരെയാണ് യമൻ കേന്ദ്രീകരിച്ച് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതർ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിലെ ഏറ്റവും വലിയ രാജ്യാന്തര വിമാനത്താവളമാണിത്. ആക്രമണത്തിൽ 8 പേർക്ക് പരിക്കേറ്റിരുന്നു. 4 വലയങ്ങളായുള്ള ഇസ്രായേലി വ്യോമ പ്രതിരോധ സംവിധാനം മറികടന്നെത്തിയ മിസൈൽ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 3-ന് 75 മീറ്റർ സമീപമാണ് പതിച്ചത്. ഇതേ തുടർന്ന് വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരുന്ന റോഡിന് സമീപം 25 മീറ്റർ ആഴമുള്ള കുഴി രൂപപ്പെട്ടു. മിസൈൽ പതിക്കുന്നതിന് മുമ്പ് ആകാശത്ത് തന്നെ തടയാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി. എന്നാൽ വിമാനത്താവള ടെർമിനൽ ആക്രമിക്കപ്പെടുന്നത് ഒഴിവാക്കാനായി മിസൈൽ പതിച്ചുണ്ടായ കുഴിക്ക് സമീപം ഉന്നതോദ്യോഗസ്ഥർ നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടിരുന്നു. വ്യോമാക്രമണം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോം സംവിധാനത്തിനേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. 470 കിലോമീറ്റർ ദൂരെ നിന്നുള്ള റോക്കറ്റ് ഷെൽ മോട്ടാർ ആക്രമണങ്ങൾ ചെറുക്കാൻ ശേഷിയുള്ളതാണ് അയൺ ഡോം. മിസൈൽ ആക്രമണത്തിൽ പ്രതികാരം ചെയ്യുന്നുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. തിരിച്ചടി ഒന്നിൽ ഒതുങ്ങില്ലെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി.